പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായിരിക്കെ ഇസ്രായേൽ US സഖ്യത്തിനെതിരെ ഇറാനിൽ നിന്നും ഉയരുന്ന ഏറ്റവും ശക്തമായ ശബ്ദം അലി ലാരിജാനിയുടേത് തന്നെയാണ്. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഇറാനിലെ പ്രതിരോധ സുരക്ഷാ നയങ്ങളുടെ മുഖ്യ ശില്പിയാണ് അദ്ദേഹം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകൾക്ക് വാതിൽ തുറന്നപ്പോൾ ഞങ്ങൾ അമേരിക്കക്കാരുമായി ചർച്ച ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ച അലി ലാരിജാനി ഇപ്പോൾ ഇറാനിയൻ പ്രതിരോധത്തിന്റെ പ്രതീകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നോക്കാം ആരാണ് അലി ലാരിജാനി എന്ന്. 1958 ഇറാഖിലെ നജഫിലാണ് അലി ലാരിജാനി ജനിക്കുന്നത്. ഒരു പ്രമുഖ മതപണ്ഡിതന്റെ മകൻ. എന്നാൽ മതപഠനത്തോടൊപ്പം തന്നെ പാശ്ചാത്യ തത്വചിന്തയിലും ശാസ്ത്ര വിഷയങ്ങളിലും അദ്ദേഹം അഗാധമായ അറിവ് നേടിയിട്ടുണ്ട്. ഇമ്മാനുവൽ കാന്റ്, ദക്കാർത്തെ തുടങ്ങിയ ദാർശനികരെ കുറിച്ച് അദ്ദേഹം പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം റവല്യൂഷണറി ഗാർഡ് കോപ്സിലും പിന്നീട് സാംസ്കാരിക മന്ത്രിയായി ദീർഘകാലം പാർലമെന്റ് സ്പീക്കറായും അദ്ദേഹം പ്രവർത്തിച്ചു പോന്നിരുന്നു. അതായത് മതപണ്ഡിതരുടെ പാരമ്പര്യവും സൈനിക ഭരണകൂട അനുഭവങ്ങളും ഒത്തുചേർന്ന അപൂർവം നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. 2015 അമേരിക്കയുമായി ഇറാൻ ഒപ്പുവെച്ച ചരിത്രപരമായ ആണവ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിൽ ലാരിജാനി വഹിച്ച പങ്ക് വളരെ വലുതാണ് കേട്ടോ. അന്ന് പാർലമെന്റ് സ്പീക്കറായിരുന്ന അദ്ദേഹം കരാറിനാവശ്യമായ നിയമപരമായ പിന്തുണ ഉറപ്പുവരുത്താൻ മുൻകൈയെടുത്ത ഒരു വ്യക്തിയായിരുന്നു. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു അന്ന് അദ്ദേഹം. എന്നാൽ മാറിയ യുദ്ധ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നയങ്ങൾ കൂടുതൽ കർക്കശമായിട്ടുണ്ട്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനു നേരെ നടത്തിയ ആക്രമണത്തിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനി കൊല്ലപ്പെട്ടതോടുകൂടി കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞിരിക്കുകയാണ് അവിടെ. രാജ്യം വലിയൊരു അനിശ്ചിതത്തിലൂടെ നീങ്ങുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇറാനെ തകർന്നു പോകാതെ പിടിച്ചു നിർത്താനും ഭരണകൂടത്തിന് ദിശാബോധം നൽകാനും ലാരിജാനി വഹിക്കുന്ന പങ്ക് എടുത്തു തന്നെ പറയേണ്ടതാണ്. ഇറാൻ ജനതയുടെ ഹൃദയത്തിൽ നിങ്ങൾ തീയിട്ടു, പകരം ഞങ്ങൾ നിങ്ങളുടെ ഹൃദയം ചുട്ടരിക്കുമെന്നാണ് അയത്തുള്ള അലി ഖംനി മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതെ, പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഇറാനിയൻ സൈന്യത്തെയും നയതന്ത്ര നീക്കങ്ങളെയും ഒരേ സമയം നിയന്ത്രിക്കുന്ന ആ തലച്ചോറ് അലി ലാരിജാനിയുടേതാണ്. ഒരു സമയത്ത് സമാധാന ചർച്ചകൾ നടത്തിയിരുന്ന അദ്ദേഹം തിരിച്ചടിക്ക് മുൻഗണന നൽകുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചു പോരുന്നത്. ശത്രുക്കളുടെ ആക്രമണം കൂടുതൽ രൂക്ഷമായാൽ ആണവായുധങ്ങളിലേക്ക് നീങ്ങാനും മടിക്കില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്.